ഞാനാ കുര്യാച്ചൻ. എന്താ കുര്യാച്ച? മനസ്സിലായി. എന്താ പരിപാടി? ഷായിച്ചാ, ഇന്ന് ഞായറാഴ്ച ഒക്കെ അല്ലേ, നമുക്കൊന്ന് കൂടണ്ടേ? എന്റെ ഭാര്യ വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കുളവാക്കാനായിട്ടാണോ? അതൊന്നും കുഴപ്പമില്ല അച്ചായ. അവൾ അവിടെ വീട്ടിൽ പോയിരിക്കുക. അവള് വൈകിട്ടത്തേക്ക് എത്തൂ. വരുമ്പം നമ്മുടെ അനിലിനെ കൂടെ കൂട്ടിക്കോ. ഓക്കെ? എടാ, വെറുതെ റിസ്ക് എടുക്കണോ? നമുക്ക് വേറെ ഏതൊരു സ്ഥലം നോക്കിയാ പോലെ. ഞാൻ ഇങ്ങോട്ട് പോവാ അച്ചായ. ഇവിടെ നല്ല കാപ്പയും ബീഫും ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അച്ചായൻ ഒരു കുപ്പി മാത്രം കൊടുന്നാ മതി. ആ, ശരി. എടാ അല്ലേ, ആ കുര്യാച്ചൻ കിടന്ന് വിളിയോട് വിളിയാണ്. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ പെണ്ണുമ്പിള്ള കാണാൻ നീ ആ റോഡിലോട്ടൊന്നും ഇറങ്ങുന്നില്ല. അച്ചായ, പിന്നെ അവന്റെ അടുത്തേക്ക് പോവാണോ? കഴിഞ്ഞ തവണത്തെ ഓർമ്മയുണ്ടല്ലോ. അത് കുഴപ്പമില്ലടാ, അവളവിടെ വീട്ടിൽ പോയിരിക്കുക. വൈകിട്ടത്തേക്കേ വരത്തു. നീ കയറി. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. കഴിഞ്ഞ തവണ 1 ലിറ്റർ അവർ ഒഴിച്ചു കളഞ്ഞത്. ഇന്ന് 1-ാം തീയതി, അത് മറക്കണ്ട. അത് കുഴപ്പമില്ല, നമുക്ക് നോക്കാം. എടാ ജമാലേ, എടാ അച്ചായൻ വീണ്ടും നമ്മുടെ വലയിൽ വീണിട്ടുണ്ട്. 1 ലിറ്ററുമായിട്ടാ വരുന്നത്. ഞാൻ നിനക്കൊരു മിസ് കോൾ അടിക്കും. അപ്പം നീ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നേക്കണം. ഓക്കെ? എടാ, കഴിഞ്ഞ പ്രാവശ്യം നീ ലേറ്റ് ആയോ? വലിയ ലേറ്റ് ആവരുത്. കഴിഞ്ഞ പ്രാവശ്യം 5 മിനിറ്റ് നീ ലേറ്റ് ആയപ്പോൾ അമ്മ 2 ബേക്കാ അടിച്ചു പോയേ. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് വരണം കേട്ടോ. നമ്മുടെ പ്ലാനിങ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ. നീ ഒട്ടും ലേറ്റ് ആവരുത്. ഞാനൊരു മിസ് കോൾ അടിക്കും. ചൂരിദാറിൻ്റെ ഷോള് ഞാൻ പുറത്തിട്ടേക്കാം. ഞാനെത്തി. 1-ാം തീയതിയും ഞായറാഴ്ചയും ഷായിച്ചാനും എല്ലാം കൂടെ ഒത്തു കിട്ടിയ ഒരു ദിവസം. എത്ര നാളായി നമ്മളിന്ന് കൂടിയിട്ട്. നമുക്ക് തീർക്കാം. മദാമ്മമാരെ പോലെ നമ്മുടെ പെണ്ണുങ്ങളും കള്ളു കുടിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു അല്ലേ ചായ? വേണ്ട, അവസാനം നമ്മളെ നോക്കാൻ ആരും ഉണ്ടാവില്ല. പാളി കേട്ടോ, മാറി വന്നു. നിങ്ങൾ ഈ പറയും കൂടെ ഇറങ്ങി പോട്ടെ. അവര് പോയടാ, പെട്ടെന്ന് വിളിക്കടാ.
എൻ്റെ ജമാലേ, എല്ലാം പോയടാ. അവര് കപ്പയും കൊണ്ടുപോയി, ബീഫും കൊണ്ടുപോയി, നമ്മുടെ ഫുള്ളും കൊണ്ടുപോയി. ഇപ്പം ഒറ്റാലി കിടന്നതും ഇല്ല, കിഴക്കൊന്ന് വന്നതും ഒന്നുമില്ല. എല്ലാവർക്കും കൂടി നമുക്ക് 4 പേർക്കും കൂടി അതങ്ങ് അടിച്ചാൽ മതിയായിരുന്നു. പക്ഷേ പിന്നെ ജമാലെ, നമ്മുടെ പ്ലാൻ എല്ലാം രീതിയിൽ പോയി. ഉള്ളത് നമുക്ക് 4 പേർക്കും കൂടെ കഴിച്ചാൽ മതിയായിരുന്നു. കപ്പയും കൊണ്ടുപോയി, ബീഫും കൊണ്ടുപോയി, കുപ്പിയും അവർ കൊണ്ടുപോയി. ഒരാഴ്ച കഴിക്കാനുള്ള സാധനം അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് പോയതാണ്. ഈ പൗഡ് വരുമ്പോൾ ഞാൻ എന്തെടുത്ത് കൊടുക്കും?